എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. പെരുന്നാൾ ഉഷാറാക്കിയോ? ഇവിടെയും കഴിയണ പോലെ ഉഷാറാക്കിയിട്ടുണ്ട്. സാധാരണ ഇതിൽ ഉഷാറായിരിക്കും. ഇത്താര്, കസിൻസ് എല്ലാവരും വന്ന് പെരുന്നാളിനെ കണ്ട് അടിച്ചു പൊളിക്കാറാണ്. പക്ഷെ ഇപ്രാവശ്യം ഒരാളും എത്തിയില്ല. അതാണ് ആകെ വന്ന സങ്കടം. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് കഴിയുന്ന പോലെ. അതും ഉമ്മ സ്പെഷ്യൽ ബീഫ് ബിരിയാണി അതുപോലെ ഒരു സേമിയം പായസം വെച്ച് പെരുന്നാൾ കഴിയുന്ന പോലെ ഉഷാറാക്കിയിട്ടുണ്ട്. ഉമ്മ സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന ബീഫ് ബിരിയാണി നമുക്കൊന്ന് കാണാം. അതിൻ്റെ കൂടെ ഒരു സേമിയം പായസം ഉണ്ട്. അതും വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായി കാണുക. ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ചൂടാക്കുന്നുണ്ട്. പാല് തിളക്കാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നെയ്യിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് വറുത്തെടുക്കുകയാണ്. നെയ്യ് വാർന്നു. അതിൽ കുറച്ച് മുന്തിരി ഇട്ടിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. അടുത്തതായി സേമിയ ഇട്ടിട്ടുണ്ട്. പാല് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അത് ഇനിയും മൂടി വെക്കണം എന്നാണ് പറയുന്നത്. വറുത്തത് അതിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതെന്താണ്? ഏലക്കായ പൊടിച്ച് വെച്ചു. അതിനെ ഇങ്ങനെ പകുതി വറുത്തത് കൊഴുപ്പുണ്ടാവും. എന്തുണ്ടാക്കും? പായസം കൊഴുപ്പുണ്ടാവും. പായസം കൊഴുപ്പുണ്ടാവാനാണ് മാറ്റി വെച്ചിട്ടുണ്ട്. പകുതി വറുത്തത് നല്ലോണം വറക്കുന്നത്. അതിൻ്റെ കരിവേപ്പില 2 കളറായിട്ടുണ്ട്. കാരണം ആ പായസത്തിൽ 2 കളർ വരും. സേമിയത്തിന് 2 കളർ പായസത്തിൽ വരാനാണ്. പാല് നന്നായിട്ട് തിളച്ച് മറിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലോട്ട് നമ്മളിനി ചൂടാക്കിയ സേമിയം അതിലോട്ട് ഇടാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി അതിലിട്ടു. ഇപ്പോൾ പായസം ആയിട്ടുണ്ട്. ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കിയിട്ട് പായസം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി. അപ്പോൾ അടുത്തതായിട്ട് ഉമ്മാൻ്റെ സ്പെഷ്യൽ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഡാൽഡ ചൂടാക്കി എടുക്കുന്നുണ്ട്. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വെല്ലുള്ളി, ചെറിയുള്ളി, വെളുത്തുള്ളി, തക്കാളി, പിന്നെ മല്ലിച്ചപ്പ്, വെള്ളുള്ളി ചതച്ചത്, ഇഞ്ചി, പിന്നെ മുളക് പേസ്റ്റാക്കിയത്. ഉള്ളി ഇട്ടു. അപ്പോൾ നേരത്തെ വറുത്തിരുന്ന ഉള്ളി ഓക്കെ ആയിട്ടുണ്ട്. അത് കോരി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അരി തിളപ്പിക്കാനുള്ള വെള്ളം ചൂടാക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് ഉള്ളി ഇടുന്നുണ്ട്. വലിയ ഉള്ളി ഇട്ടു. പുതിന ഇട്ടു. മല്ലിച്ചപ്പ് കൊടുത്തു. പുതിയ മല്ലിച്ചപ്പ് അല്ലേ? പുതിന സാധാരണ ഇടാറുണ്ടോ? ഇഞ്ചി ഇട്ടു. വെളുത്തുള്ളി, പച്ചമുളക് അരച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്.
തക്കാളി ഇട്ടിട്ടുണ്ട്. ബിരിയാണിയിൽ അവസാനം ഇടേണ്ട ഉള്ളി, മല്ലിച്ചപ്പ്, അണ്ടിപ്പരിപ്പ് അത് തയ്യാറായിട്ട് അതിൽ കുറച്ച് ഗരം മസാല കൂടിയും ആഡ് ചെയ്തിട്ടുണ്ട്. വേവിച്ച് വെച്ച ബീഫ് അതിൽ ചേർത്തിട്ടുണ്ട്. അരി വന്നിട്ടുണ്ട്, ഊറ്റി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ഇതിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ലെയറാക്കാനാണെന്ന് പറയുന്നത്. ചോറ്റ് വരുന്നിട്ടു. അതിൻ്റെ മുകളിൽ നേരത്തെ തയ്യാറാക്കിയ ഉള്ളി, അണ്ടിപ്പരിപ്പ് ചേർത്തു. അതിൻ്റെ മുകളിൽ അടുത്ത റൈസോട്ടുള്ള ലെയർ വീണ്ടും. അതിൻ്റെ മുകളിൽ വീണ്ടും മസാല ഇടും. ചോറ്റ് വരുന്നത്. ഫസ്റ്റ് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് കൂടിയും ഒഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇനി ദമ്മിടാൻ പോവാണ്. വളരെ സ്വാദിഷ്ടമായ ബീഫ് ബിരിയാണി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കണ്ടല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഈദ് സ്പെഷ്യൽ വീഡിയോയ്ക്ക് കൂടുതൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.